പ്രിയ ദൈവജനമേ, ആഗമന കാലത്തിലെ 4-ാം മെഴുകുതിരി മാലാഖമാരുടെ തിരി തെളിക്കുമ്പോൾ നമ്മുടെ കാത്തിരിപ്പിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഈ 4-ാമത്തെ വയലറ്റ് മെഴുകുതിരി ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സ്നേഹം എന്ന പുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കാൻ കാരണമായത് മനുഷ്യകുലത്തോടുള്ള അവിടുത്തെ അതിരറ്റ സ്നേഹമാണെന്ന് കത്തോലിക്കാ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഫിയാത്ത്, ദൈവഹിതത്തിന് കീഴ്വഴങ്ങൽ, അതുവഴി ലോകത്തിലേക്ക് സ്വർഗീയ പ്രകാശം കടന്നു വന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലും ആ സ്നേഹത്തിൻ്റെ ജ്വാല പടരേണ്ടതുണ്ട്. ഈ തിരുനാളങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ നമ്മുടെ ആത്മാക്കളെ ഒരു പുൽത്തൊട്ടിൽ, ഒരു നല്ല പുൽക്കൂടാക്കി മാറ്റാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. തിരുപ്പിറവിയുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ വേളയിൽ കർത്താവിൻ്റെ മഹത്വപൂർണമായ 2-ാം വരവ് അത്യന്തം അടുത്തിരിക്കുന്നു എന്ന സത്യം നാം ഗൗരവമായി കാണണം. ഇത് കേവലം ഒരു ചരിത്ര സ്മരണയല്ല, മറിച്ച് ആത്മീയ ജാഗ്രതയുടെയും അനുതാപത്തിൻ്റെയും സമയമാണ്. കർത്താവിനോടുള്ള നമ്മുടെ ഐക്യത്തിന് തടസ്സമാകുന്ന പാപത്തിൻ്റെ അന്ധകാരത്തെ കുംഭസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് നീക്കം ചെയ്യാം. ബേത്ലഹേമിലെ നിശബ്ദതയിൽ വന്ന പുൽക്കൂട്ടിലെ ഉണ്ണീശോ ഇനി വരുന്നത് വാനമേഘങ്ങളിൽ സർവപ്രതാപത്തോടും കൂടെയുള്ള വിധികർത്താവായിട്ടാണ്. ആകയാൽ ഹൃദയപൂർവ്വം അനുദപിക്കാനും സ്നേഹപ്രവർത്തികളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. മാറാനാഥ, കർത്താവായ യേശുവെ, എഴുന്നള്ളി വരണമേ. അവിടുത്തെ സ്നേഹത്തിൽ ജാഗ്രതയോടെ കാത്തിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.